എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മഹിഴ് തിരുമേനിയുടെ സംവിധാനത്തിൽ വന്ന വിടാമുയർച്ചി എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഒരു 12 വർഷമായി കല്യാണം കഴിഞ്ഞ കഥാനായകനും കഥാനായികയും, കഥാനായികയ്ക്ക് വന്ന് കഥാനായകൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ല, അങ്ങനെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നു. ഡിവോഴ്സ് വരുന്നവരെ ഒരുമിച്ച് താമസിക്കേണ്ട, ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കഥാനായിക അവിടുന്ന് പുറപ്പെടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ പറയും, എന്നാൽ വേണ്ട, ഞാൻ നിന്നെ കൊണ്ടുവിടാം, അവിടേക്ക് 9 മണിക്കൂറിൻ്റെ ട്രാവലുണ്ട്, നമ്മുടെ ലൈഫിലെ അവസാനത്തെ ഒരു ട്രാവൽ ആയിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിൽ പറയും. കഥാനായികയും സമ്മതിക്കും. അങ്ങനെ പോകുന്ന വഴിയിൽ ഇവരൊരു പ്രശ്നത്തിൽപ്പെടുകയും അവിടുന്ന് നമ്മുടെ കഥാനായികയെ കടത്തപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ കഥാനായകൻ കഥാനായികയെ രക്ഷിച്ചോ, അതോ ഇവൾ ഡൈവേഴ്സ് ചെയ്ത് പോവുകയാണല്ലോ, എനിക്കിവൾ വേണ്ട എന്ന് പറഞ്ഞ് ആ പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരുന്നോ എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു കഥ. കഥ എന്തായാലും ഒരുപാട് പഴയ കഥ തന്നെയാണ്. പക്ഷേ മേക്കിംഗ് ആണെങ്കിലും ശരി, അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും ശരി, അജിത്തിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ശരി, മൂന്നും നന്നായിട്ടുള്ളതുകൊണ്ട് പടം നമുക്ക് എൻ്റർടൈൻമെൻറ്റായി ഇരുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അജിത്തിന് വേണ്ടിയുള്ള മാസ് ഡയലോഗുകളോ മാസ് ഗെറ്റപ്പുകളോ ഒന്നും സിനിമയിലില്ല. എന്നിരുന്നാലും ഒരു ക്ലാസി ലുക്കിൽ അജിത്ത് വരുന്നതുകൊണ്ട് നമുക്കത് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സെക്കൻഡ് ഹാഫിന് ശേഷം ആണ് ശരിക്കും ആ കഥയുടെ അകത്തേക്ക് പോകുന്നത്. അതിനുശേഷം നമുക്ക് നല്ല എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ആരാണ് വില്ലൻ, ആരാണ് വില്ലി എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നല്ല ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ അത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ വലിയൊരു മൈനസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 25 മിനിറ്റ് ഒട്ടുക്കത്തെ ലാഗായിരിക്കും. അത് കണ്ട് നമ്മൾ ആ 25 മിനിറ്റ് അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ലെവലിലാണ്. ഇവരുടെ അതായത് പഴയ പ്രേമം അത് വന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ കാണിക്കും. അതൊക്കെ വന്നിട്ട് ബോറനായിരുന്നു. പിന്നെ കോമഡി എന്ന് പറയാൻ ആരുമില്ല. അർജുൻ്റെ ആണെങ്കിലും ശരി, വേദികയുടെ ആണെങ്കിലും ശരി, എല്ലാവരുടെ പെർഫോമൻസും നന്നായിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ലൊക്കേഷൻ, ഇത് അജർ ബജാറ എന്തോ പറഞ്ഞൊരു ലൊക്കേഷൻ, അതെന്തായാലും അടിപൊളിയായിരുന്നു. ആ സിനിമയുടെ ലൊക്കേഷന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് എപ്പോഴും പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ട് ഒരു 2 പാട്ട് സ്മൂത്ത് പാട്ടാണ്, കേൾക്കാം. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പടത്തിനെ കുറിച്ചൊന്നും പറയാനില്ല. എല്ലാവരും അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാം. എന്തായാലും ഫാമിലിയോടെ ഇരുന്ന് കാണാൻ പറ്റും. വലിയ ബോറൊന്നും ഇല്ലാണ്ട് ആദ്യത്തെ ഒരു 20 മിനിറ്റ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. ഒരു അജിത്ത് ഫാൻസിനൊക്കെ വന്നിട്ട് ഒരു നല്ല ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. കാലത്ത് തന്നെ നല്ല ഇടിവെട്ടും പടക്കവും ഒക്കെ ആയിരുന്നു. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് പോയിരുന്ന് തിയേറ്ററിലിരുന്ന് കാണുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കാണാം. അത്രയേ ഉള്ളൂ. എന്നാൽ ബൈ.